അപ്പോ ഇന്ന് അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ ഉംറയാണ്. ഉംറയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. റൂമിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ വൃത്തിയാകണം, നജസ്സുകളോ മറ്റുണ്ടെങ്കിൽ കുളിക്കുമ്പോ ഇഹ്റാമിന്റെ നിയ്യത്ത് വെക്കണം. അതൊന്നും എല്ലാ ദിവസവും പറയണ്ട. ഇതാണ്ട് മുന്നിക്ക് നോക്കി ഹറമിന്റെ അതിർത്തി കാണാം, കണ്ടില്ലേ? ഈ തൂണ് കണ്ടോ? ഇതാണ് ഹറമിന്റെ അതിർത്തി. കണ്ടോ? വിദായത്തു ഹദ്ദുൽ ഹറം. ഹറം ഇവിടെ അവസാനിച്ചു എന്നാണ്. ഇങ്ങോട്ടാവും, ഇവിടുന്ന് അങ്ങോട്ടാവുമ്പോ തുടങ്ങുക അല്ലെ? ഇവിടുന്ന് അങ്ങോട്ട് ഹറം തുടങ്ങുകയാണ്, ഇങ്ങോട്ടാവുമ്പോ ഹറം അവസാനിച്ചു. കണ്ടില്ലേ? അതാ ബാക്കിപ്പ പള്ളി നിൽക്കുന്നതിന്റെ മുന്നിലൊക്കെ കാണാൻ തൂണുകൾ കണ്ടോ? ഹറമിന്റെ. بداية حد الحرم، نهاية حد الحرم. 1104 من هذه الحدود ما هو موجود في مداخل مكة المكرمة، ويطلق عليها أعلام الحرم. ويعتبر سيدنا إبراهيم الخليل عليه السلام أول من وضع حدود الحرم على قمم المرتفعات، حيث قال: ربنا أرنا مناسكنا. فنزل جبريل عليه السلام فذهب به فأراه المناسك ووقفه على حدود الحرم، فكان إبراهيم يرضم الحجارة ويضع الأعلام. يستمر الاهتمام الكبير بهذه الأعلام في كل الأزمنة لمعرفة حدود الحرم لما يتعلق بذلك من أحكام كثيرة. വലതുഭാഗത്തുള്ള പള്ളി ഹുബൈബുണ്ടോ? ജാമ്യു അൽ ഇഹ്സാൻ കണ്ടില്ലേ? നേരത്തെ കാണിച്ച പള്ളിയാണ് വലതുഭാഗത്ത്. അപ്പോ ഇനി വരുമ്പോ എല്ലാ ചരിത്രങ്ങളും പറയേണ്ടതില്ല, പറഞ്ഞത് ഓർമ്മിച്ചാ മതി. ചില ആളുകള് ഇനിയും പറയുന്നു, അങ്ങനെ ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഇൻഷാ അല്ലാഹ് ഏകദേശം പറഞ്ഞതൊക്കെ ഓർമ്മിച്ചു വെക്കുക. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും പറയാം. ആവശ്യമാണ് ഇനിയും പറഞ്ഞു തരാം, പക്ഷെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അപ്പൊ തനഈമുമായി ബന്ധപ്പെട്ട 8-10 സംഭവങ്ങളും ചരിത്രങ്ങളും സ്ഥലങ്ങളും ഒക്കെ നമ്മൾ കാണുകയും സംഭവങ്ങൾ പറയുകയും ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇനി ഒരുപാട് പറയാനുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പറയാം. ഇനി വരുമ്പോ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരവിൽ നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഖബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഇപ്പൊ നമ്മൾ സന്ദർശിച്ച സ്ഥലം ഏതാണ്? തനഈം അല്ലേ? അവിടുത്തെ ആ പള്ളിയുടെ പേര് ആയിഷ പള്ളി. ഇതൊക്കെ നമ്മള് നമ്മള് മുമ്പ് പറഞ്ഞിരുന്നു ക്ലാസ്സുകളിലൊക്കെ, ഒരു പേന ഡയറി ഒക്കെ വേണം. ഓരോ സ്ഥലങ്ങളും എഴുതി വെക്കണം. തനഈം എന്ന് സന്ദർശിച്ചു, പിന്നെ ആയിഷ പള്ളിയിൽ നിന്ന് ഇഹ്റാം ചെയ്തു. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം നമ്മുടെ ഡയറികളിൽ. ഭാവിയിൽ നമ്മള് ഇനി ഇങ്ങോട്ട് വരുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റൂല. അള്ളാഹു വരാൻ തൗഫീഖ് ചെയ്യട്ടെ. അഥവാ വന്നില്ലെങ്കിലും നമ്മളെ പഴയ ഓർമ്മകൾ നോക്കി നമുക്ക് ഇങ്ങോട്ട് ഫാത്തിഹകൾ ഓതി ഇവിടെയുള്ള മഹദിമാരുടെയും മഹാന്മാരെയും ഓർമ്മിച്ച് വീണ്ടും ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നാട്ടിൽ ജീവിക്കണമെങ്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. എന്റെ ഉമ്മ ഒരു പ്രാവശ്യമാണ് ഉംറക്ക് പോന്നിട്ടുള്ളത്. അള്ളാഹു അത് കബൂലാക്കട്ടെ. അന്ന് 15 കൊല്ലം മുമ്പാണ്. അന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന ഉമ്മ ധരിച്ചിരുന്ന മക്കനെ പോലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഓർമ്മക്ക്. ഇപ്പൊ അടുത്ത് അങ്ങനെ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ അവിടെ പോവാന്നാവോ, ഞാൻ നിങ്ങളെ കൊണ്ടേക്കോളാം കൂടുതൽ വൈകാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. ആ വാക്ക് നമുക്ക് കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതാണ്. പിന്നെ കഴിയുമെന്ന് അറിയില്ല. നമ്മള് കഴിഞ്ഞ മാസം വന്നു, ഈ മാസം വരുന്നു. അള്ളാഹു ചിലർക്ക് അങ്ങനെ ആയിരിക്കും തൗഫീഖ് കൊടുക്കുക. ചില ആളുകൾ എല്ലാ വർഷം വരുമ്പോ ഇതിന് പല പ്രാവശ്യം വരുന്നു. വന്ന ആളുകൾ ഇതിലുണ്ട്. നമ്മളെ പിന്നെ ഹക്കീം ഡോക്ടറെ പോലെ, നമ്മളെ പാങ്ങിലെ സൈദൽ വ്യാഖ്യാനം പോലെ പല പ്രാവശ്യം വന്നവരുണ്ട്. അപ്പൊ അള്ളാഹു അതൊക്കെ ഓരോരുത്തർക്ക് വലിയ ഭാഗ്യങ്ങൾ കൊടുക്കുന്നതാണ്. അള്ളാഹു ആ സൗഭാഗ്യങ്ങൾ നിലനിർത്തി നമുക്ക് വീണ്ടും 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 വരാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഏതായാലും വരുന്ന സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്യുകയും ഓർമ്മിക്കുകയും ഇൻഷാ അല്ലാഹ് ഒറ്റയ്ക്ക് ഒരു വിസിറ്റിങ്ങിന് വന്നാൽ പോലും ഇന്നതാണ് സ്ഥലങ്ങൾ എന്നൊരു ഐഡിയയോ ഓർമ്മയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ ഞാൻ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഒക്കെ നോട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. ഒരു സംഘത്തിൽ വന്നപ്പോ നമ്മൾ ഇങ്ങനെ പറയും, അവരങ്ങനെ വേറെ ഡയലോഗും പറഞ്ഞിരിക്കും. അപ്പോ പിന്നെ ലാസ്റ്റ് അവര് പോണെന്ന് പറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ പറയുന്നു, ഞങ്ങള് വർത്താനം പറയുന്നു, പൊരുത്തപ്പെടണം. അതുകൊണ്ട് കാര്യമില്ല, ലാസ്റ്റ് പൊരുത്തപ്പെടിച്ചിട്ടും കാര്യമില്ല. നിങ്ങളെ പൊരുത്തപ്പെട്ടാലും ഇല്ലല്ലോ ഒന്നും വിഷയമല്ല. പക്ഷെ നിങ്ങളെ സംഗതികൾ നിങ്ങൾക്ക് മുടങ്ങുന്നുള്ളൂ, ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങള് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അല്ലെ കഴിഞ്ഞ യാത്രയിലൊക്കെ നമ്മളെ മങ്കടക്കാര് കുറച്ച് മുജാഹിദിനോട് ചായവുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു പൊരുത്തപ്പെടി ചെയ്ത്. അതുകൊണ്ട് കാര്യമില്ല. നമ്മള് പൊരുത്തപ്പെട്ടാലില്ലേലും നമ്മൾ അതല്ല വിഷയം. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഓർമ്മ വേണം. ഇനിയൊരു വിസിറ്റിങ്ങിന് വന്നാലും ഈ സ്ഥലങ്ങളൊക്കെ ഓർമ്മയുള്ള രൂപത്തിൽ നമ്മൾ ചരിത്രം പറയുമ്പോൾ കേട്ടുവെക്കുകയും നോട്ട് ചെയ്യുകയും ഭാവിയിൽ അത് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. പിന്നെ
ഒരു ചെറിയ മസാലയുടെ വിഷയം ഒന്ന് പറയാം. ഉറങ്ങിയിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമായിട്ട് വെച്ചതാണ് അസ്ർ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉംറ ചെയ്യുകയാണെങ്കിൽ, ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ അവര് നിസ്കരിക്കണ്ട എന്നത് അല്ലാഹു നിയമമാക്കി വെച്ചതാണ്. ഇനി നമുക്ക് അതിനു വേണ്ടി അസ്ർ നിസ്കാരം പിന്തിപ്പിക്കണം എന്നൊന്നുമില്ല, വേണമെങ്കിൽ പിന്തിപ്പിക്കുകയും ചെയ്യാം. പിന്തിപ്പിക്കണ വെച്ചിട്ട് പ്രത്യേകിച്ച് പുണ്യമില്ല, സമയത്ത് നിസ്കരിക്കലാണ് നിസ്കാരത്തിന്റെ പുണ്യം. പക്ഷെ നിസ്കരിക്കാത്ത ഒരാള് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അയാള് തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കാം എന്ന നിലയ്ക്കേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണി പിന്നെ 5 മണിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉംറ ചെയ്യുന്നുണ്ട്, ഇഹ്റാം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അസ്ർ നിസ്കാരത്തിനെ പിന്തിപ്പിച്ചു കൊണ്ടോണമെന്നില്ല. നിസ്കാരം വൈകിയ ഒരാളാണെങ്കിൽ അയാൾക്ക് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിക്കാം. അല്ലാഹു വെച്ച നിയമമാണല്ലോ നിസ്കരിക്കണ്ട. അസ്ർ നിസ്കാരം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ ഉംറക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ നിസ്കരിക്കണ്ടെന്ന് അല്ലാഹു വെച്ച നിയമമാണ്. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ആരും കരുതരുത്. പഠിച്ചവന്റെ നിയമങ്ങള് നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിച്ചാൽ മതി. അതിന് വേണ്ടി നിസ്കാരം നീട്ടണമെന്നൊന്നുമില്ല. ഇനി ഒരാൾ അങ്ങനെ നീട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് അയാൾക്ക് എന്ത് ചെയ്യാം, ഇഹ്റാമിന്റെ നിസ്കരിക്കാം. അതുകൊണ്ട് കുറവുകളൊന്നും വരില്ല. കാരണം നമ്മുടെ ഉംറയിലെ എല്ലാ സുന്നത്തുകളും നിയമങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഈ നിയമവും അല്ലാഹു പറഞ്ഞ നിയമം തന്നെ ആയതുകൊണ്ട് അത് നമ്മൾ പരിഗണിച്ചു, അത്രേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ആരും എന്ത് ചെയ്യരുത്, ചിലപ്പോ സങ്കടമായിട്ട് തോന്നിയാൽ ഞങ്ങൾക്ക് ഇഹ്റാം കിട്ടിയില്ലല്ലോ, സുന്നത്ത് കിട്ടിയില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. അല്ലാഹു അങ്ങനെ നിയമമായിട്ട് വെച്ചു. നേരത്തെ നല്ല ഹൈറാമുകൾ ചെയ്തിരുന്നു, സിനിമ കണ്ടിരുന്നു, സീരിയൽ കണ്ടിരുന്നു, അതൊക്കെ ഉംറയ്ക്ക് ശേഷവും ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഉംറ ശരിയായിട്ടില്ല എന്നാണ്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അങ്ങനെ ആവരുത്. ഉംറയോടുകൂടെ മാറ്റങ്ങൾ വരണം. അതുപോലെ തന്നെ ഉംറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും ചില ആളുകൾ. അതിന്റെ കാരണം അവര് കൊടുത്ത ക്യാഷിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതൊക്കെ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കൊടുത്ത ക്യാഷിൽ എന്തോ ഒരു പൊരുത്തമില്ലാത്ത മുതൽ, ഏതോ ഒരു ഹറാമായ മുതൽ കലർന്നുപോയി. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറവ്, ന്യൂനതകള്, ഗീബത്തുകള്, നമീമത്തുകള് ഹറമിൽ ഇരുന്നു കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ പൈസയിൽ അങ്ങനെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുറവുമില്ലാത്ത നല്ല അധ്വാനിച്ച ഹലാലായ ക്യാഷുകളായിരിക്കും നമ്മളൊക്കെ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു ആ രൂപത്തിലുള്ള ക്യാഷുകളാക്കുകയും ആ രൂപത്തിലുള്ള അതിന്റെ ഫലം കിട്ടുന്ന ഉംറയാക്കുകയും ചെയ്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ.